വാഹന ലോകത്ത് എന്നും പുതിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കിടിലൻ ഡിസൈനും അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളുമായി നിരത്തുകളിൽ കീഴടക്കാൻ വിപണിയിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചില വാഹനങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ജനേകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. കോമ്പാക്ട് SUV വിപണിയിലെ ജനപ്രിയ മോഡലായ ബ്രസ്സയെ കൂടുതൽ കരുത്തോടെയും സുരക്ഷയോടെയും മാരുതി സുസുക്കി പുനരവതരിപ്പിച്ചു. 7.40 ലക്ഷം രൂപ പ്രാരംഭ ഷോറൂം വിലയിലാണ് 2026 പതിപ്പ് നിരത്തിലിറങ്ങുന്നത്. പുതിയ ടർബോ എഞ്ചിനും സുരക്ഷാ മുൻഗണനകളും മുൻനിർത്തിയുള്ള മാറ്റങ്ങളാണ് വാഹനത്തിലുള്ളത്. ടാറ്റ നെക്സോൺ, ഹ്യൂണ്ടായ് വെന്യൂ, കിയ സോനെറ്റ് തുടങ്ങിയ ശക്തരായ എതിരാളികളോട് പോരാടാൻ ലക്ഷ്യമിട്ടാണ് മാരുതി പുതിയ ബ്രസ്സയെ സജ്ജമാക്കിയിരിക്കുന്നത്. വാഹനാരാധകർ കാത്തിരിക്കുന്ന 1.0 ലിറ്റർ ബൂസർജന്റ് ടർബോ പെട്രോൾ എഞ്ചിന്റെ തിരിച്ചുവരവാണ് ഇതിലെ പ്രധാന ആകർഷണം. 110 HP കരുത്ത് നൽകുന്ന ഈ എഞ്ചിനൊപ്പം പുതിയ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ പുറമെ CNG മോഡലും ലഭ്യമാണ്. അടിഭാഗത്തായി സജ്ജരിച്ച പ്രത്യേക CNG ടാങ്ക് സംവിധാനം കാരണം ഡിക്സിയുടെയോ ബൂട്ടിന്റെയോ സ്ഥലം നഷ്ടപ്പെടില്ലെന്ന് കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ പൂർണ്ണമായ 5 സ്റ്റാർ സുരക്ഷ ഉറപ്പാക്കിയാണ് പുതിയ ബ്രസ്സ എത്തിയിരിക്കുന്നത്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകിയിട്ടുള്ള വാഹനത്തിൽ ലെയിൻ അലർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ ലെവൽ 1 ADAS സുരക്ഷയുമുണ്ട്. അകത്തലങ്ങളിൽ 10.1 ഇഞ്ച് വലിയ ടച്ച് സ്ക്രീൻ, വെന്റിലേറ്റഡ് സീറ്റുകൾ, എയർ പ്യൂരിഫയർ, 64 കളർ ആംബിയന്റ് ലൈറ്റിംഗ് എന്നിവ യാത്ര കൂടുതൽ സുഖകരമാക്കുന്നു. വൈവേഷ്യസ് ഓറഞ്ച് ഉൾപ്പെടെയുള്ള പുതിയ ആകർഷകമായ നിറങ്ങളിലും വാഹനം ലഭ്യമാണ്. ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഹോണ്ട മോട്ടോർ സൈക്കിൾസ് തങ്ങളുടെ ഏറ്റവും വലിയ മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ഒരേ സമയം 10 പുതിയ മോഡലുകളാണ് കമ്പനി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഹീറോ, ബജാജ്, റോയൽ എൻഫീൽഡ് തുടങ്ങിയ വൻകിട ബ്രാൻഡുകൾക്ക് ശക്തമായ ഭീഷണി ഉയർത്തുന്ന ഈ നീക്കം രാജ്യത്തെ 2 വീലർ രംഗത്ത് പുതിയൊരു അധ്യായനത്തിന് തുടക്കമിടുന്നു. ഇന്ത്യയിൽ ഇന്നുവരെ ഒരു വാഹന നിർമ്മാതാക്കളും ചെയ്യാത്ത തരത്തിലുള്ള കൂറ്റൻ ഉൽപ്പന്ന നിരയാണ് ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഇന്ധന മോഡലുകൾക്ക് പുറമെ ഇലക്ട്രിക്, പരിസ്ഥിതി സൗഹൃദ ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകളും ഈ നിരയിലുണ്ട്. ഈ നിരയിലെ പ്രധാന ആകർഷണം രാജ്യത്തെ ആദ്യത്തെ E85 ഫ്ലെക്സ് ഫ്യൂവൽ അഡ്വഞ്ചർ സ്കൂട്ടറാണ്. 157 cc വാട്ടർ കൂൾഡ് എഞ്ചിൻ, 27 ലിറ്റർ കൂറ്റൻ ബൂട്ട് സ്പേസ്, മനോഹരമായ TFT ഡിസ്പ്ലേ എന്നിവയുള്ള ഈ സ്കൂട്ടർ ഭാരതത്തിൽ നിർമ്മിച്ച് ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഹോണ്ട ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹന രംഗത്ത് ഏതർ, TVS, ഓല എന്നിവർക്ക് വെല്ലുവിളിയായി QC3 എന്ന കുടുംബ സ്കൂട്ടറും രംഗത്തെത്തി. ഒറ്റ ചാർജിൽ 151 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന 3 കിലോവാട്ട് ബാറ്ററിയാണ് ഇതിലുള്ളത്. വെറും 2.5 മണിക്കൂറിലധികം കൊണ്ട് 80% വരെ ചാർജ് ചെയ്യാം എന്നത് നഗരയാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും. കൂടാതെ ക്ലാസിക് ബൈക്ക് പ്രേമികളെ ആവേശം കൊള്ളിക്കാൻ CB 750 മോഡലിന്റെ പാരമ്പര്യമുള്ള 501 cc എയർ കൂൾ റോഡ്സ്റ്ററും കളത്തിലിറങ്ങിയിട്ടുണ്ട്. 28 bhp കരുത്തുള്ള ഈ വാഹനം സുരക്ഷയ്ക്കായി ഡ്യുവൽ ചാനൽ MBSഉം അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ചും വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും കാലം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ജനപ്രിയ റെബൽ 300, റെബൽ 500 ക്രൂയിസറുകൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഈ ലൈനപ്പിൽ ഹോണ്ടയുടെ വിപ്ലവകരമായ ഈ ക്ലച്ച് സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ, ഹീറോ X+ എന്നിവയോട് പൊരുതാൻ 293.5 cc എഞ്ചിനും 21 ഇഞ്ച് ഫ്രണ്ട് വീലുമുള്ള CBXR 300 അഡ്വഞ്ചർ ബൈക്കും എത്തിക്കഴിഞ്ഞു. കൂടെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട CB 350 പരമ്പരയ്ക്ക് പുതിയ നിറങ്ങളും പുത്തൻ ലുക്കും നൽകി അണിയിച്ചൊരുക്കിയിട്ടുമുണ്ട്. പച്ചപ്പിലേക്കുള്ള ചുവടുവയ്പും ഓഫ് റോഡ് ക്രൂയിസിംഗ് സാന്നിധ്യവും ശക്തമാക്കുന്ന ഹോണ്ടയുടെ ഈ വൻ മുന്നേറ്റം വിപണിയിൽ എന്തു മാറ്റം ഉണ്ടാക്കുമെന്ന് വരും മാസങ്ങളിൽ കണ്ടറിയാം. പുതിയ സാങ്കേതിക വിദ്യകളും ഡിസൈൻ മാറ്റങ്ങളുമായി വിപണിയിലെത്തുന്ന പുതിയ വാഹനങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ജനേകം ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വിവരങ്ങൾക്കായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.